ചേമ്പ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണിത്. അപ്പോൾ ചേമ്പ് കണ്ട, ചേമ്പിൻ്റെ കട എപ്പോഴും ഭൂനിരപ്പിൽ നിന്ന് മണ്ണിൻ്റെ ലെവലിൽ നിന്ന് ഒരടി അല്ലെങ്കിൽ 1.5 അടിയൊക്കെ ഉയരത്തിൽ നിൽക്കണം. എന്നാലാണ് ചേമ്പ് നന്നായിട്ട് വളർന്ന് ചേമ്പിൻ്റെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ചേമ്പ് ഇഷ്ടംപോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടോ ഇത് പറിക്കുന്നത് 1 അടി അകലെ, ഇതൊരു 12 ഇഞ്ച് ചെരുപ്പാണ്. അപ്പോൾ ഉണ്ടോ 1 അടി അകലത്തിലാണ് പറിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ചേമ്പിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ചിലപ്പോൾ ഭൂമിയുടെ അടിയിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ടായി പോകും. അപ്പോൾ ഉണ്ടോ ഇളകി തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കരുത്, വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ പൊട്ടി വീഴും. അപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതിൻ്റെ കടയമൽ നിന്ന് ഇത് കറി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഊരിപ്പോകും. ഇത് ചേമ്പിൻ വിത്തുകൾ ഇതുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല മണ്ണുകളൊക്കെ എനിക്ക് ആയിരുന്നു. കശുമാവിൻ്റെ ഇലയും പിന്നെ പ്ലാവിൻ്റെ ഇലയൊക്കെ ഞാൻ ഇതിന് ഇട്ട് കൊടുത്തായിരുന്നു. അത് കാരണം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കൃഷി ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ തരികിട കാണിക്കും. പക്ഷേ സബിത പറയും അതൊക്കെ നല്ല ഇലകളും സാളൊക്കെ ഇട്ടിട്ട് മര്യാദയ്ക്ക് വെക്കുക എന്നാലും ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അതുപോലെ വെച്ചതാണ്. അതുകൊണ്ട് നല്ല അടിപൊളി ചേമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പ് ഇന്ന് കിലോയ്ക്ക് 80 രൂപയാണ് വില. 80. അപ്പോൾ ഈ ചേമ്പ് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചിലവുമില്ല. ഒരു ചിലവെന്ന് പറഞ്ഞാൽ നിസ്സാര ചിലവുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ ചേമ്പ് വയ്ക്കാൻ ഇഷ്ടം പോലെയാണ്. കണ്ടോ ഇത് നമുക്ക് വറുത്ത് തിന്നാം, കറി വയ്ക്കാം, കാളൻ വയ്ക്കാം, അങ്ങനെ പല ഇതുകളും, അല്ലെങ്കിൽ പുഴുങ്ങി തിന്നാം. അപ്പം ഞങ്ങളൊക്കെ കൃഷിക്കാരാണ്. ഞാൻ അപ്പോൾ കാലത്തൊക്കെ ഇടയ്ക്കിട്ട് ഈ ചേമ്പ് കണ്ടോ ഇത് 2 എണ്ണം എടുത്തിട്ട് ഒരെണ്ണം മതി, ഒരെണ്ണം പുഴുങ്ങിയാൽ പിന്നെ വയറിനറിയാം. അതുപോലെയാണ് കണ്ടില്ലേ. അപ്പോൾ ചേമ്പ്, അപ്പോൾ ഇത് കൃഷി ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഒരു മുതൽ മുടക്കും ഇല്ല. ഇത് താഴേക്ക് മോളിൽ നിന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ചതയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നത് അവിടെ. കണ്ടില്ലേ ഇതാണ് ചേമ്പ്. കണ്ട ഇഷ്ടം പോലെയാണ്. കണ്ട ഇതിപ്പോൾ ഒരു 4 കിലോ, ഇതൊരു 3 എണ്ണം വെച്ചാണെങ്കിൽ 1 കിലോ ഉണ്ടാവും. ചിലപ്പോൾ 2 എണ്ണം മതിയാവും, 3 എണ്ണം. അപ്പോൾ ഇതുണ്ട ഒരു 4 കിലോ ചേമ്പുണ്ട്. 4 കിലോയ്ക്ക് 74 32 320 രൂപ ചേമ്പ് കിട്ടിയപ്പോൾ 320 രൂപ ചേമ്പ്. അപ്പോൾ ഇത് കൃഷി ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ അപ്പോൾ ഇത് ഒരെണ്ണം കൂടിയും പറിച്ചെടുക്കുന്നുണ്ട്. കേട്ടോ ഇതിന് കുറച്ച് കുറവുണ്ടാവുള്ളൂ. കാരണം നോക്കിയാൽ ഇതിൻ്റെ ചേമ്പിൻ്റെ കട ഉണ്ടോ മണ്ണിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, മണ്ണിന് പുറത്ത്. അപ്പോൾ ഇതുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. കാരണം ഇത് മണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ വരാൻ പാടില്ല. അത് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കണ്ടായിരുന്നു. ഇത് ചെയ്തണ്ട ഇത് എടുത്തപ്പോഴേക്കും അവൻ പൊട്ടിപ്പോന്നു. അപ്പോൾ കളയ്ക്കുമ്പോഴേക്കും ഇത് പോരാണ്. കാരണം ഇവിടെ മണ്ണ് കുറച്ച് ഇട്ടിട്ടുണ്ടായുള്ളൂ. അപ്പം നമ്മളിത് ശരിക്കും നല്ല കുഴി ഉണ്ടാക്കിയിട്ട് നല്ല വീതിയിൽ ഒക്കെ നട്ടാലാണ് ശരിക്കും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. കണ്ടോ അപ്പോൾ ഇതുമ്പോൾ കുറച്ചുണ്ടായിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇത് പെട്ടെന്ന് കുഴിച്ചിട്ടാണ്. നല്ല മഴക്കാലമായിരുന്നു. കണ്ടോ അപ്പോൾ ഇതുമ്പോൾ ആണെങ്കിൽ ഒരു 2 കിലോ കഷ്ടി. അപ്പം നമ്മൾ നല്ല രീതിയിൽ കുഴിച്ചിട്ടാലാണ് ചേമ്പ് നന്നായിട്ട് ഉണ്ടായി കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ തരികിട കളിച്ചു കഴിഞ്ഞാലേ ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ മാന്തിയിട്ട് എലി മാന്തണ പോലെ ഒരു മാന്തി അവിടെ വെച്ചാലൊന്നും സാധനം ഉണ്ടാവില്ല. അപ്പോൾ 2 ചേമ്പയും കൂടെ പറിച്ചു. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് കുഴിച്ചിടണം. കാരണം ഇപ്പം നല്ല വേനൽക്കാലം. ഇത് പറിച്ചതിൻ്റെ കുഴികളുണ്ട്, ചേന പറിച്ച കുഴിയുണ്ട്. ആ ചേന പറിച്ച കുഴിയിലാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. കണ്ടോ ഇതാണ് നമ്മൾ ചേന പറിച്ചാകുന്ന കുഴിയാണ്. അപ്പോൾ പറിച്ചപ്പോൾ തന്നെ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് വട്ടം വീശിയതാണെങ്കിൽ ഒരു 4 അടി അങ്ങോട്ട് റൗണ്ടാക്കി. എന്നിട്ട് ഞാൻ വാഴയുടെ പിണ്ടിയൊക്കെ വെട്ടി നിറച്ചിട്ടേക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കശുമാവ് ഇപ്പോൾ പൂത്ത് ഇലകളൊക്കെ ഇഷ്ടംപോലെ കൊഴിഞ്ഞും കിടപ്പുണ്ട്. കണ്ടോ പൂക്കുല, ഇതാണ് പൂക്കുല. കണ്ടോ കശുമാവിൻ്റെ പൂക്കുല. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ചവറുണ്ട്, അതിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാരം, ചാരകം
ചാരം, ആഷ് അതങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുഴിയിൽ ഇപ്പം ഇട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഇതിപ്പോൾ സമയമില്ലാത്ത കാരണം ചാണകം അവിടെ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, അത് എടുത്തുകൊണ്ട് വരാൻ നിൽക്കുന്നില്ല. അപ്പം ഉണ്ടോ ഈ ചവറൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊടിമണ്ണ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു നൈസായിട്ട് ഒരു 3 ഇഞ്ച് കനത്തിലാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് നനച്ചിട്ട് വെക്കാം. പക്ഷെ അപ്പോൾ ഈ ചേമ്പ് പെട്ടെന്ന് ഇങ്ങോട്ട് മുളയ്ക്കും, പിന്നെ എന്നും നനയ്ക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് നനവ് ഇല്ലാണ്ട് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുക്കണം. കണ്ടോ, കുറച്ച് പൂഴി മണ്ണ് അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. കണ്ടോ, ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, അപ്പോൾ അങ്ങോട്ട് വീണോളൂ നല്ല ഇതിൽ. അപ്പോൾ കണ്ടോ, ഈ ചവറും മണ്ണും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ചേമ്പ് വെച്ചോണത്. അപ്പോൾ ഈ ചവറും മണ്ണും കൂടി ഇട്ടെടുത്ത് ഒരു 3-4 അടി വട്ടത്തിലാണ് ഞാൻ ഈ കുഴി കുത്തിയത്. അപ്പോൾ നല്ല മണ്ണ് ഇളക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ചവറിട്ടത്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ നമുക്ക് ഈ ചേമ്പ് ഇത് മുഴുവനൊന്നും വേണ്ട, ഒരു 4 ഇഞ്ച് നീളം വേണ്ടു. അപ്പോൾ ഈ തള്ളച്ചേമ്പ് എന്ന് പറയും, ഞാൻ പിടിച്ചാണ് തണ്ടില്ലേ അതുമ്പോഴുള്ള സ്ട്രോങ് പീസാണ് തള്ളച്ചേമ്പ്. കണ്ടോ, ഇത് ഇത്രയ്ക്കാണ് നമുക്ക് ആവശ്യമുള്ളൂ, ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച്. അതാണ് നമ്മൾ കുഴിച്ചിടുന്നത്. എവിടെ? തൃശ്ശൂർ ജില്ലയിൽ കൊടകര പഞ്ചായത്തിൽ. ഇനി വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ അപ്പൻ കാണിച്ചു തന്നത്. കണ്ടോ, അപ്പം എൻ്റെ അപ്പം എന്ന് വെച്ചാൽ നിക്ലാവോസ് ആലപ്പാട്ട്, ഈ നാട്ടിലൊരു പുലി ഇറന്നോള്. പുലി എന്ന് വെച്ചാണെങ്കിൽ പുലി മരത്തുമ്മ കയറും, വെള്ളത്തിലുള്ള ചീങ്കണ്ണീനടക്കം പിടിച്ചെടുക്കും. പക്ഷെ സിംഹം ആരോഗ്യവാനാണ്, ശക്തിവാനാന്ന് പറഞ്ഞിട്ടില്ല. അവൻ മരത്തിൽ കയറില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടില്ല. കരയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്കുന്ന അവന് ഇര തേടാനായിട്ട് സിംഹത്തിനറിയില്ല. ഒരു 5-6 സിംഹങ്ങൾ ഒരുമിച്ചാണ് ഇര തേടുള്ളൂ. അതേസമയം പുലി അങ്ങനെയല്ല, ഒറ്റയ്ക്ക് പോയിട്ട് ഒരു പശുവിനെയൊക്കെ വന്നിട്ട് വയനാട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിടിക്കുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ പുലിയാണ് എല്ലാവരും, അതുകൊണ്ടാണ് ഇയാളൊരു പുലി എന്ന് പറയുന്നത്, അല്ലാണ്ട് സിംഹം എന്ന് ആരും പറയില്ല. അപ്പോൾ കണ്ടോ, അപ്പം നമ്മളുടെ ചേമ്പ് ഓരോ നട്ടു. ഇതുകൊണ്ടായിട്ട് അടുത്തൊരു കുഴിയിൽ നടാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, ഇതുമേ ഇഷ്ടം പോലെ കണ്ടില്ലേ ചേമ്പ് എന്ത്. അപ്പോൾ നിങ്ങളൊക്കെ കൊതിച്ച് നിൽക്കുകയല്ല ചെയ്യുക. ഇതൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ 1 രൂപ പോലും മുടക്കില്ല. കാരണം ഈ ചേമ്പിൻ്റെ തള്ളച്ചേമ്പ്, അതായത് വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചേമ്പ്, ഏത് കൃഷിക്കാരൻ്റെ വീട്ടിൽ, ഏതെന്ന് വെച്ചാൽ 4 വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് പോലെ ഒരു കുഴി കുത്ത ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഇഷ്ടം പോലെ ചേമ്പ്. അപ്പോൾ 1 പൈസ പോലും മുടക്കില്ല. ഇനി വേണമെങ്കിൽ വീട്ടിൽ കുറച്ച് ചാറുണ്ടെങ്കിൽ ചാറിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാശുണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ, അപ്പോൾ ആകെ 100 രൂപ ചിലവ്. 100 രൂപ ചിലവില്ല, 50 രൂപയ്ക്കുള്ള ചാണകമായാലും മതി. നിങ്ങൾക്ക് ഒരു 400 രൂപയ്ക്കുള്ള ചേമ്പ് ഇട്ട്. കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ, ഇത്രയ്ക്കും വെട്ടിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഈ സാധനം ഇഷ്ടം പോലെ കൃഷിക്കാരൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാണെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു സാധനമാണ്, ശരിയല്ലേ? അപ്പോൾ ചേമ്പിൻ്റെ വിത്ത് എന്ന് വെച്ചാൽ ഈ സാധനം വെറുതെ നിങ്ങൾക്ക് കിട്ടും, 1 പൈസ പോലും മുടക്കില്ല. അപ്പോൾ ഒരു കുഴി കുത്തിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാണെങ്കിലേ ഒരു 4 കിലോ കിട്ടുകയാണെങ്കിൽ 32, അത് ഏറ്റവും കുറവ്. അപ്പം നിങ്ങളൊക്കെ ഇത് കൃഷി ചെയ്യാൻ പഠിക്കുക. അപ്പോൾ കുറച്ച് ചവറിട്ടാൽ മതി. ഇതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട, പണം വേണ്ട, മുതൽ മുടക്ക് 0. സോ യു ക്യാൻ ഡു. കണ്ടില്ലേ? അപ്പം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാരോടും ചങ്ങാതികളോടൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക. കണ്ടില്ലേ, ഞാൻ വെറും കുറേ മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല ഇട്ടു, അതിൻ്റെ നടുവിൽ ഇതങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മുളയ്ക്കും. ചേമ്പ് വേനൽക്കാലം വരുമ്പോൾ ഇങ്ങോട്ട് പറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ, ചാണകം മേടിക്കാൻ പറ്റണില്ല അതിന് വല്ല കോഴിക്കാട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പിണ്ണാക്കോ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് മേടിച്ചിടുക. അപ്പോൾ ഈ സാധനം ഉണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ ഇതിനൊക്കെ 50 രൂപയോ 100 രൂപ വേണമെങ്കിൽ ചിലവാക്കിക്കോ. അപ്പോൾ 50 രൂപ ചിലവാക്കിയാലും നിങ്ങൾക്ക് ഒരു 100-300 രൂപയ്ക്കുള്ള ചേമ്പ് കിട്ടും. ഇന്ന് മാർക്കറ്റ് റേറ്റ് 80 റുപ്പീസ് പെർ കിലോ. കഴിഞ്ഞ മാസമൊക്കെ 90-100 ആയിരുന്നു. അപ്പം നിങ്ങളല്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണ്. ലൂക്കാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫേമസ് സാധനമാണ്. NH 544 എൻ്റെ സൂപ്പർ മാർക്കറ്റ്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി, വണക്കം, നമസ്കാരം, അസ്സലാമു അലൈക്കും.
അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടുവന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. നിങ്ങളിത് കാണിക്കുക, അല്ല ചെയ്യുക, അല്ലാണ്ട് ഇത് കണ്ട് രസിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും കണ്ടോ. അപ്പോൾ എനിക്കിതൊന്നും വലിയ അത്യാവശ്യമുള്ള സാധനങ്ങളല്ല, എന്നാലും എൻ്റെ ഒരു ടൈം പാസും നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരാം, അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്.